അപ്പോൾ നമ്മുടെ റിസ്മോൻ ദേ ഫസ്റ്റ് ഉമ്രയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഉമ്ര ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തല മുട്ടയടിക്കുന്നത് സുന്നത്താണെന്ന് ഉണ്ട് കേട്ടോ. അപ്പം ഇക്കായ്ക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു മോനെ കൊണ്ട് മുട്ടയടിപ്പിക്കണമെന്ന്. അങ്ങനത്തെ ഇക്ക അവിടെ ഉള്ള സലൂണിലൊക്കെ മോനെ കൊണ്ട് നടക്കാൻ കേട്ടോ. അപ്പം എല്ലായിടവും നല്ല തിരക്കായതുകൊണ്ട് തന്നെ തിരക്കൊഴിഞ്ഞിട്ടുള്ള സലൂണിൽ കയറാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ്. അങ്ങനെ നോക്കി നോക്കി കുറച്ച് താഴെ വന്നപ്പോഴത്തേക്കും നമുക്ക് തിരക്കൊഴിഞ്ഞ ഒരു സലൂണ് കിട്ടി കേട്ടോ. തിരക്കൊഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 3-4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലായിടത്തും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം റിസ്മോൻ്റെ ടേൺ ആയിട്ടുണ്ട്. റിസ്മോൻ നല്ല മടിയുണ്ട്. വാപ്പി പറഞ്ഞതുകൊണ്ട് തന്നെ അവന് ഒന്നിലും എതിരഭിപ്രായമൊന്നുമില്ല. അവൻ തലമുട്ടയടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തലയിൽ കുറേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവൻ്റെ ഫേസൊക്കെ തുടച്ചു കൊടുത്ത്. അപ്പം ഞാനിങ്ങനെ വീഡിയോ പിടിക്കും, ഗ്ലാസിൻ്റെ അകത്തൂടെ വീഡിയോ ശരിക്കും കിട്ടണില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഷാഡോയും ഒക്കെ തന്നെയായിരുന്നു കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത്. അവൻ്റെ പഴയ മുടി എന്നൊക്കെ പറഞ്ഞാൽ അവന് ഭയങ്കര നൊസ്റ്റു ആണ്. അതുകൊണ്ട് തന്നെ അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അവനെ കുഞ്ഞുനാളിൽ മുട്ടയടിച്ചിട്ടുള്ളതല്ലാതെ ഓർമ്മ വെച്ചതിന് ശേഷം ഇതുവരെ മുട്ടയടിച്ചിട്ടില്ല കേട്ടോ. എപ്പം നമ്മൾ ഹെയർ കട്ടിങ്ങിന് പോയാലും അവൻ്റെ ഉച്ചിയിൽ കൈ വെച്ചിട്ട് മറച്ചു വെച്ചിട്ട് ബാക്കി മാത്രമേ കട്ട് ചെയ്യാൻ സമ്മതിക്കാറുള്ളൂ. പിന്നെ മുമ്പത്തെ വ്ളോഗ്സൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, റിസ്മോൻ്റെ ഹെയർ കട്ടിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടാസ്ക്കാണ്. അവൻ വൃത്തിക്ക് കട്ട് ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല. മാത്രമല്ല ഹെയർ കട്ടിങ് കഴിഞ്ഞിട്ടൊരു കരച്ചിൽ അവന് മസ്റ്റാണ്. എന്തായാലും ഇത്തവണ അങ്ങനൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. മാഷാ അല്ലാഹ്. ബാഹുബലി നിൽക്കുന്ന അവിടെ നല്ല രസമുണ്ടടി അവനെ. മാഷാ അല്ലാഹ്. തലയുടെ ഷേപ്പ് അടിപൊളിയാ. മാഷാ അല്ലാഹ്, അടിപൊളി ഷേപ്പാ. നല്ല ഉരുണ്ട തലയാ. എന്താ വെയിറ്റോ നോക്കട്ടെ. എവിടെ എടുത്തില്ല മുറിഞ്ഞോ ഇല്ലോക്കളെ ആണോ? നോക്കട്ടെ മുച്ച് തൊട്ടോക്കട്ടെ. എന്റെ കുഞ്ഞിന്റെ തല അടിപൊളി. അങ്ങനെ മുട്ടയടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ സിയാറത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിളിച്ച് അവിടെ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ നെയ്ബർ ലീന നമ്മളെ കാണാനായിട്ട് വന്നിട്ടുള്ളത്. അവൾ മക്കയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവളെ പെട്ടെന്ന് തന്നെ തിരിച്ച് പറഞ്ഞു വിടേണ്ടി വന്നു, സിയാറത്തിന് പോകാനായിട്ട് വണ്ടി റെഡിയായി എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ കുറേ സമയം നമ്മൾ പിന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് ആക്സിഡൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. വണ്ടി മറിഞ്ഞതാണ് കേട്ടോ, തല കീഴായിട്ട് മറിഞ്ഞതാണ്. പക്ഷെ ആർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടൊന്നുമില്ല. ക്രെയിനൊക്കെ വന്നിട്ട് വണ്ടി എടുത്തുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി നമ്മളവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ കുറേ സമയം കാത്തുനിന്നതിന് ശേഷം നമുക്ക് സിയാർത്ത് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സിയാർത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ണെത്താത്ത ദൂരത്തോളം ഉള്ള ബിൽഡിങ്സൊക്കെയാണ് കേട്ടോ. എന്താണ് എനിക്ക് ഇതൊക്കെ കുറച്ച് അത്ഭുതമായിരുന്നു. നമ്മൾ ദമാമിലൊന്നും ഇത്രയും വലിയ ബിൽഡിങ്സ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒന്നര വന്ന വഴിയല്ലേ. അപ്പം സിയാറത്തിലുടനീളം ഉസ്താദ് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഏതാണ് ആരുടെ? അബ്ദുറഹ്മാൻ ഖുറൈഷീസ് ഹോം, ലാർജസ്റ്റ് ഫോട്ടോങ്കിൽ ഫോട്ടോ. നോക്ക് മേളിലൂടെ റോഡിക്കാ അങ്ങ് മേളിൽ കൂടെ റോഡ് കുത്തനെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ കണ്ടത് മക്കയിലെ ഏറ്റവും വലിയ കോളേജാണ് കേട്ടോ.
നാട്ടിലെ കോളേജായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സിസ്റ്റംസ് ആണ്. അപ്പോൾ ഉസ്താദ് മലയാളത്തിലെല്ലാം വിശദീകരിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഡ്രൈവറായിട്ടുള്ള സൗദി ആയിരുന്നു കേട്ടോ. 2-3 പാസഞ്ചേഴ്സ് അറബികളായതുകൊണ്ട് തന്നെ അറബിയിൽ തന്നെ ആ ഒരു ഡ്രൈവർ കുറേ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. തുടങ്ങുന്നതിനൊരു സൈന്യം ഉണ്ടല്ലോ. റോഡ് നമ്മുടെ കേരളത്തിനെ ഓർമ്മിപ്പിക്കുന്ന റോഡ്. റിംഗ് റോഡ്, സ്ട്രീറ്റ് 102. മഞ്ഞ പോലെ എന്താക്കാ മൂടി കിടക്കുന്ന എന്തെന്നെ കണ്ണിന്റെ കുഴപ്പമല്ലാണ്. അങ്ങനെ നമ്മൾ അറഫ സംഗമം നടന്ന സ്ഥലത്തെത്തി. ബസ് നിർത്തിയില്ലായിരുന്നു, ഇറങ്ങി നടന്നു പോകണ്ട. നടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ പറഞ്ഞോ? അറഫ വന്ന ഐസ്ക്രീം കഴിക്കല് ഫർലാന്നോ? സുന്നത്തോ? ഇവിടാണ് അറഫ പ്രസംഗം നടത്തിയ സ്ഥലം എന്നാണ് ഇക്ക പറഞ്ഞത്. എനിക്കറിയത്തില്ല. വിശ്വസിക്കാം. അതാണ് നമ്മുടെ മുട്ടയൊക്കെ അടിച്ചിട്ടല്ല സുഡാനിയായിട്ട് നടക്കുന്നുണ്ട്. ആ അതുപോലെ വെച്ചാലോ 2 കൊമ്പായിട്ട് അടിപൊളിയായിരിക്കൂലേ? ഫസ്റ്റ് നിന്റേത് വെക്ക. അറഫയാണ്. ജബലുന്നൂറിന് വേറെ ഉണ്ടെന്ന്. അറഫ കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ കാണാം. നമ്മളിപ്പം ഈ ഒരു സ്ക്രീനിൽ കൂടെ കാണുന്നത് പോലെ തന്നെ കുറച്ചും കൂടെ വൈഡായിട്ട് കാണുന്നു. അത്ര തന്നെ. നമ്മളിങ്ങനെ കറങ്ങി നോക്കുമ്പം ഇങ്ങനെ കാണാൻ പറ്റും. ഇതെന്താന്നറിയാമോ? അപ്പോൾ ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ദൂരത്ത് നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. അതേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ പകൽ പോകാമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടെ അടുത്തൊക്കെ നന്നായിട്ട് കാണാൻ പറ്റിയേനെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഒന്ന് ദുആ ചെയ്തിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പം ഞാനും ഞങ്ങളുടെ ഒപ്പം വേറൊരു ഉമ്മായും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഉമ്മായും ഹസ്ബൻഡും കൂടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡ് ഒന്നും കൂടെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള സമയത്തായിരുന്നു നമ്മൾ സിയാറത്തിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഉമ്മാനെ നമ്മളെ കൂടെയാണ് കേട്ടോ കൊണ്ടുപോയത്. ആ ഉമ്മ അവിടെ വെച്ചൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. എന്തായാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതേ ജബൽനൂർ എത്തി കേട്ടോ. പക്ഷെ നല്ല രാത്രി ആയതുകൊണ്ടും ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല. കുറച്ച് ലൈറ്റ് മാത്രമേ ഉണ്ട്. ജബൽനൂറിലേക്ക് കയറി പോകുന്ന ലൈറ്റ് മാത്രം അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. നമ്മുടെ വണ്ടിക്കാരൻ കുറച്ച് ഇഷ്യൂ ആയിരുന്നു. അപ്പം നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവരൊക്കെ അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് നമ്മൾ തിരിച്ച് മക്കയിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം മക്കയിലേക്ക് വന്ന വഴി തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതേ ക്ലോക്ക് ടവർ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പകൽ കാണുന്നതിനെക്കാട്ടിലും അവിടെയൊക്കെ ഭംഗി എന്ന് പറയുന്നത് രാത്രി കാണാനായിട്ടാണ് കേട്ടോ. കുറേ ലൈറ്റ്സൊക്കെ ആയിട്ട് അടിപൊളിയാണ്. വല്ലാത്തൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സിയാറത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം അടുത്ത ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് കഅബ ശരീഫിലെ വീഡിയോസൊക്കെ നമ്മൾ അന്നേരമാണ് എടുത്തിട്ടുള്ളത്. ക്ലോക്ക് ടവർ നല്ല ലൈറ്റ്സൊക്കെ എപ്പോഴും ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇലുമിനേഷൻ കണ്ടത് അന്നേരമാണ് കേട്ടോ. ഒരു 10:30 ആയപ്പോഴത്തേക്കാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്നൊന്നും എനിക്കറിയില്ല.
ഓരോ അരമണിക്കൂറിൽ ഇങ്ങനെയാണോ എപ്പോഴാണോ ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ഒരു 2-3 മിനിറ്റ് അങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്റ്റോപ്പായി കേട്ടോ. നമ്മളവിടെ ആയിഷാപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്കകത്ത് നിന്നപ്പോഴാണ് കേട്ടോ ഇതൊക്കെ കണ്ടത്. അങ്ങനെ നമുക്ക് വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആ തിരക്കിനിടയിലും പിന്നെ നമ്മൾ അടുത്ത ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഹ്റാം കെട്ടാനായിട്ട് ആയിഷാപ്പള്ളിയിലേക്ക് പോയി. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ അടുത്ത ഉംറയും കഅബ ശരീഫും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുവരെ ബൈ.